നീ മറന്നുപോയോ? നിന്നെ ചുംബിച്ച ചുണ്ടുകൾ കാണുന്നില്ലേ? ഇതാ, ഇതും നീ മറന്നുപോ. ഈ തോളുകൾ നീ ചാഞ്ഞു കിടന്ന തോളുകളാണ്. ഇതും നീ മറന്നുപോയോ? എന്റെ കണ്ണുകൾക്കുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്ക്. എന്റെ പ്രണയം എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയും. നോക്കൂ പ്രിയേ, ഒരു വട്ടം എന്നെ നോക്ക്. എങ്ങനെ സംസാരിച്ചെന്നറിയോ ആ നാടകക്കാരൻ? ഒരുമാതിരി അറപ്പ് തോന്നുന്ന വൃത്തികെട്ട സംസാരം. പോയി പോയി നമ്മുടെ തൃശ്ശൂലും അങ്ങനെയുള്ളവരുടെ കൂടെ ചേർന്നെന്ന് പറയുമ്പോ അതിനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജീവിതത്തിലെ ശരിയായ സന്തോഷം കളഞ്ഞിട്ട് ഒരു നാടകത്തിന്റെ സന്തോഷം തേടി പോയിരിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തിന് ഇപ്പോഴും സംശയമുണ്ടെന്ന് ഉറപ്പാ. ഗോവിന്ദ, നന്ദിഷ, ആ നാടകക്കാർ ഏത് നാട്ടിലേക്കാണോ പോയത് അതെവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ആദ്യം എന്നോട് ഫോണിൽ സംസാരിച്ചില്ലേ, അവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. തൃശ്ശൂലെങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ അവന്മാർക്കെല്ലാം വേണ്ടത് കൊടുത്തിട്ട് അവനെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോ നമ്മുടെ ഈ വീട് മുഴുവൻ സങ്കടം നിറഞ്ഞു നിൽക്കുക, വേദന നിറഞ്ഞു നിൽക്കുക. ആ വേദനയ്ക്ക് ഒരു പ്രതിവിധി ഉണ്ടായേ പറ്റൂ. അവന്റെ കല്യാണം നടത്തിയെങ്കിലും ഈ വീട്ടിലേക്ക് സന്തോഷം തിരിച്ചു കൊണ്ടുവരാമെന്ന് ഞാൻ എങ്ങനെയെങ്കിലും ആലോചിക്കുമ്പോ തൃശ്ശൂർ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നു? എവിടെയെങ്കിലും ചെന്നാ ശിവാനിയെ കണ്ടെന്ന് പറയാ, ഇവിടെ വന്ന് കള്ളം പറയാ, എന്നിട്ട് കൾച്ചർലെസ് നാടകക്കാരുടെ കൂടെ ചേർന്ന് നാടകം കളിക്കുക. ശരിയാവില്ല. ഇത് അവസാനിപ്പിച്ചേ പറ്റൂ. എന്ത് ചെയ്തിട്ടായാലും അവനെ തിരിച്ചു കൊണ്ടുവന്നേ മതിയാകും. അല്ലെങ്കിൽ ആ നാടകക്കാരുമായി ചേർന്നിട്ട് ഈ വീടിന്റെ സന്തതി നാശത്തിലേക്ക് പോകും. കൊച്ചുമുതലാളി, ദയവ് ഇതിങ്ങനെയൊന്നും പറയരുത്. തൃശൂർ ജനിച്ചത് ഈ വീട്ടിലായിരിക്കും, പക്ഷേ അവനെ വളർത്തിയതെല്ലാം ഞാനാണ്. അവന് കള്ളം പറയാനും അറിയില്ല, ചതിക്കാനും അറിയില്ല. നാടകം കളിക്കാനൊന്നും എന്റെ മോൻ അറിയില്ല. അവനാകെ തകർന്നു പോയി എന്നുള്ളത് സത്യമാണെന്ന് എനിക്കറിയാം. ശിവാനിയെ നഷ്ടപ്പെട്ട വേദനയിൽ അവൻ ഓരോന്നൊക്കെ പുലമ്പിയത് നേരാം എന്ന് കരുതി സ്വന്തം സന്തോഷം തേടി കണ്ട് നാടകക്കാരിയുടെ പുറകെ പോകുന്ന മനസ്സ് അവനില്ല. അവൻ അന്നും അങ്ങനെയല്ല, ഇന്നും അങ്ങനെയല്ല. അതെ, തൃശ്ശൂര് മനസ്സിലൊന്നു വെച്ച് പുറത്ത് വേറൊന്ന് പറയുന്നവനല്ല. നല്ലതും ചീത്തയും ഒക്കെ എന്താണെന്ന് അവന് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോ അവന്റെ മനസ്സ് വേദനിച്ചിരിക്കുമ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി അവൻ ഒറ്റയ്ക്ക് മാറിയിരുന്ന് അത് കരഞ്ഞു തീർക്കും. അങ്ങനെയുള്ളവനെ എന്റെ മകൻ. സത്യാണ് ചെറിയച്ച. എനിക്ക് അറിയുന്നിടത്തോളം ഏട്ടൻ നാടകം, സിനിമ ഇതിലൊന്നും തന്നെ ഒരാഗ്രഹവും ഇല്ലാത്ത ഒരാളാ. അവന്റെ ലൈഫേ വേറെയാ, അവന്റെ ലക്ഷ്യവും വേറെയാ. ചേട്ടനാ നാടകക്കാരുടെ പുറകെ എന്തിനാ പോയത് ചെറിയച്ച? നിങ്ങളെ മനസ്സിൽ എന്തൊക്കെയോ ആലോചിച്ചിട്ട് വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. കൊച്ചളിയ, ഈ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അങ്ങനെ പറയാനേ, എനിക്കറിയുന്ന തൃശ്ശൂരിനെ സംബന്ധിച്ച് അവൻ അങ്ങനെ നാടകക്കാരുടെ പുറകെ നിന്ന് പോകുന്ന ഒരു വ്യക്തിയല്ല. എടാ, നീ തന്നെയല്ലേ പറഞ്ഞത് തൃശ്ശൂര് നാടകക്കാരുടെ പുറകെ പോയി അത് കണ്ടിട്ട് നാട്ടുകാർ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞെന്ന്? അല്ല കൊച്ചളിയ, ആരോ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു. അത് ഞാൻ എവിടെ വന്നും പറഞ്ഞു, അല്ലാതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും പറഞ്ഞില്ലല്ലോ. കൊച്ചുമലയാളി പറഞ്ഞ നേരാ. മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കി അവരെ സാന്ത്വനിപ്പിക്കാനോ സഹായിക്കാനോ ഒന്നും ഇവിടെ ഉള്ളവർക്ക് അറിയില്ലല്ലോ. മറ്റുള്ളവരുടെ വേദനയ്ക്ക് ആഴം കൂട്ടി അവരെ കൂടുതൽ വേദനിപ്പിക്കാനേ അവർക്കാകൂ. അങ്ങനെയുള്ളവര് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവും. തൃശ്ശൂല് വീട്ടിലില്ലെന്നുള്ള സത്യമാ. അവൻ വീട്ടിലില്ലാന്ന് കരുതി അവൻ നാടകക്കാരുടെ പുറകെ പോയിരിക്കാന്ന് വെറുതെ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ അത് ശരിയാവും? അവനോട് പോകേണ്ട കാര്യമുണ്ടോ? അതെ, മനുഷ്യന്റെ ഒക്കെ മനസ്സല്ലേ.
കണ്ണീര് തുടയ്ക്കുന്ന രീതിയിൽ മുഖം തുടച്ചു കളഞ്ഞിട്ട് വീണ്ടും കണ്ണീര് വരുത്താൻ തന്നെ നോക്കും. തൃശൂർ ഇവിടെ ഉണ്ടെങ്കിൽ ശിവാനിയുടെ കല്യാണക്കാര്യം പറയുമെന്ന് കരുതി അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നേ. എനിക്കറിയാം, അതുകൊണ്ട് തന്നെ അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത്. അതൊക്കെ ശരിയാ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തൃശ്ശൂര് കണ്ട നാടകക്കാരിയുടെ പുറകെ പോയി എന്നൊക്കെ നിങ്ങളെല്ലാരും പറഞ്ഞ അത് ഈ വീടിന് തന്നെ ചീത്തപ്പേരല്ലേ? അവൻ എന്റെ മകനാ. അവൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. അവൻ എന്നെ വിളിക്കുകയും ചെയ്യും. നമ്മുടെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാടകം അതിൽ നിന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സും ആകെ അസ്വസ്ഥമാണ്. ശരി, നമുക്ക് നോക്കാം. എല്ലാരും പോയിക്കോളൂ. എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി, തൃശൂലിനെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയെല്ലാം സംസാരിക്കാൻ കഴിയുന്നത്? ഞാൻ നാട്ടിൽ ജനിച്ചു വളർന്നവളാണ്. കാടിനെ കാടായി മാത്രം കാണുന്നവളാണ്. അങ്ങനെയുള്ള എനിക്ക് ഈ കാടിനെ മാത്രം അറിയുന്ന നിന്നെ പ്രണയിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? അയ്യോ 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 പ്രിയേ, എന്തുകൊണ്ട് നീ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നു? എന്തിന്? നീ എന്റെ ജീവന്റെ അംശമാണ്. എന്നിട്ട് നീ എന്നെ മറന്നുവോ? പൂർണ്ണമായും മറന്നു കളഞ്ഞോ നീ? ഒരു തവണ ഒന്ന് ഓർത്തു നോക്ക്. ഈ വനദേവതയുടെ മടിയിൽ വെച്ച് നാം ഇരുവരും ഒന്നായതാണ്. ഒരിക്കലും മകലില്ല എന്ന് വാക്ക് കൊടുത്തവരാണ്. വാക്ക് തന്നിട്ടിപ്പോ ഇപ്പൊ നീ എന്നെ മറന്നു കളഞ്ഞോ? വേണ്ട പ്രിയേ, വേണ്ട. ദയവേത് എന്നെ മറക്കരുത് നീ. പ്രിയേ, എന്റെ പ്രണയം നീ മറന്നാലും എന്റെ സാമീപ്യം അത് നിന്റെ പ്രാണനാണ്. നീ എന്നെ വിട്ടിട്ട് അകന്നു പോയി കഴിഞ്ഞാ എന്നെ വിട്ടു പോകുന്നത് എന്റെ പ്രാണനാണ്. അരുത് പ്രിയേ, എന്നെ മറന്നു പോകരുത്. മറക്കരുത്. ഈ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ പ്രിയേ. ദയവ് ചെയ്ത് വേദനിപ്പിക്കല്ലേ. ഈ തോളുകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വന്നതിൽ ചാഞ്ഞു കിടന്നാലും എന്നിലേക്കൊന്ന് വന്നു ചേരൂ പ്രിയേ. വാ. കൊള്ളാടാ മോനെ, ഗംഭീരമായി. നീ നന്നായിട്ട് ആക്ട് ചെയ്തു. ഞാൻ എന്തെഴുതിയിരുന്നോ അതേപോലെ തന്നെ നീ ആക്ട് ചെയ്തു. അത് കണ്ടപ്പോ നീ ആ കഥാപാത്രമായി ജീവിക്കുന്ന പോലെ തോന്നി. ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. നീ ചെയ്തടാ. സൂപ്പറായിട്ട് ചെയ്തടാ. അതെ ചേട്ടാ, 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ കണ്ടതുപോലെ തന്നെ തോന്നി എനിക്ക്. അല്ല, നിങ്ങളെ. എടി മുത്തുമണി, എന്താടി തങ്കമണി, ഇവൻ സീറോ അല്ലടി, നമ്മുടെ ഹീറോ, നമ്മുടെ നാടകത്തിന്റെ ഹീറോ.
എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നീ മൗനം പാലിച്ചിരിക്കുന്നത്? ഈ വീട്ടിൽ എല്ലാവരും ജീവനോടെ ഇരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? 3 ദിവസത്തിലൊരിക്കൽ കൃഷ്ണയ്ക്കുണ്ടാകുന്ന പ്രശ്നത്തെ പറ്റി അറിയാമായിരുന്നിട്ടും നീ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നുവല്ലോ. നിനക്കതിനെപ്പറ്റി ചിന്തയില്ല? ഞങ്ങളെ പരീക്ഷിക്കരുത് ദിഗ്വിജയ. മതിയാക്കി നിങ്ങളുടെ സംസാരം. പാമ്പ് കൊത്തുവെന്ന് അറിഞ്ഞിട്ടും പാമ്പിന്റെ പൊത്തിൽ കൊണ്ട് കൈവച്ചിട്ട് അയ്യോ എന്നെ പാമ്പ് കടിച്ചെന്ന് വിളിച്ചു പറയുന്ന ഒരു പൊട്ടനല്ല ഞാൻ. അത്രയ്ക്ക് വിഡ്ഢിയുമല്ല ഞാൻ. തൃശൂൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിന്റെ കൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ ശക്തി ഉപയോഗിച്ച് തൃശൂലിനെ കണ്ടുപിടിച്ചോണ്ട് പോവാ, അപ്പൊ ഞാൻ കല്യാണം നടത്തുക. കണ്ടുപിടിച്ചിരിക്കും ദിഗ്വിജയ. ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ചെയ്യുന്ന പൂജ അവനെ ഇവിടെ എത്തിച്ചിരിക്കും. ഏത് പൂജ നിങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്? മഹാഘോര സർപ്പയാഗ പൂജ. ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഈ പൂജ നടത്തിയാൽ തൃശൂലിനെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. വിളിച്ചോണ്ട് വാ. അങ്ങനെ അവൻ വന്നാൽ ഉടനെ നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. കൃഷ്ണേ, ഞാൻ മഹാഘോര സർപ്പയാഗ പൂജ നടത്തുമെന്ന് പറഞ്ഞുപോയി. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടാവുക അവന്റെ ചുറ്റുമുള്ളവർക്ക് മാത്രമായിരിക്കും. അവനുമല്ല നമുക്കുമല്ല. നമ്മൾ ഇന്ന് മഹാഘോര സർപ്പയാഗം നടത്തുക തന്നെ ചെയ്യും. എനിക്ക് അവനെ വേണോ അത്ര തന്നെ. ഹലോ ഹീറോ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താടാ? വാ. എന്താ പറയ്. ചേച്ചിയുടെ ആക്ടിങ്ങിനെ പറ്റി നിങ്ങളൊന്നും പറഞ്ഞതേ ഇല്ല. ആരോട് പറയണം? നിന്നോടോ അത് നിന്റെ ചേച്ചിയോടോ? ചേച്ചിയോട്. എന്താ പിന്നെ നീ ഇറങ്ങിപ്പോ. ആ, വിളിച്ചു വരുത്തിയ നമ്മള് ഇറങ്ങിപ്പോടാ. മാഡം അവിടെ നിന്നൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തിനെ കുറിച്ച് പറഞ്ഞില്ല? ഞാന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അത്രയും നന്നായിട്ട് ആക്ട് ചെയ്തില്ലേ? നിങ്ങളൊരു കുഞ്ഞ് എക്സ്പ്രഷൻ പോലും തന്നില്ലല്ലോ മാഡം. പ്ലീസ് പ്ലീസ് പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? മാഡം നിങ്ങൾ പറഞ്ഞത് സത്യമാണ് മാഡം. നിങ്ങൾ എതിരിൽ വന്ന് നിൽക്കുമ്പോൾ വല്ലാത്തൊരു പവറാണ്. ഞാൻ അത്ര നന്നായിട്ട് എങ്ങനെ ആക്ട് ചെയ്തെന്നുള്ളത് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ, നിങ്ങൾ എന്റെ എതിരിൽ നിന്നില്ലേ? നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് ആക്ട് ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ അഭിനയ മികവും അതുപോലെ ഈ ഭംഗിയുള്ള മുഖവും വെറും സാധാരണ മനുഷ്യനായിരുന്ന എന്റെ ആക്ടിങ്ങിനെ ഇത്രമാത്രം ഇമ്പ്രൂവ് ആവാൻ പ്രേരിപ്പിച്ചിരുന്നേ. മാഡം ദയവ് ഇത് പറയും മാഡം, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? കുഴപ്പമില്ല. ഓക്കെ ആദ്യത്തെ ദിവസമല്ലേ, അതുകൊണ്ട് ഈ LKG പിള്ളേരെ പോലെ അഭിനയിക്കുന്നത്. നീ ഇതുപോലെ എൽബോർഡായിട്ടേ എന്റെ ആക്ടിങ് കണ്ട് പഠിച്ചു കഴിഞ്ഞാലേ കുറച്ചും കൂടി ഇംപ്രൂവ് ആയിക്കോളും. ഹലോ, മനസ്സിലായോ? നിനക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞൂടാ. നീ വെറും LKG. ഞാൻ വേണേ പറഞ്ഞുതരാം. ഓക്കേ ചേച്ചി എന്നെ വിളിച്ചോ? ഞാൻ വരുന്നു. കൃഷ്ണേ, ഈ മഹാഘോര സർപ്പയാഗം നടത്തുന്നതുകൊണ്ട് തൃശൂൽ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിച്ചു കൊണ്ടുവരും. എന്നാൽ നമ്മൾ വിളിക്കുന്നത് മഹാവിനാശകാരി സർപ്പത്തെയാണ്. അതിനൊരു ലക്ഷ്യം കൊടുത്താൽ ആ ലക്ഷ്യത്തെപ്പറ്റി മാത്രമേ അത് ആലോചിക്കാറുള്ളൂ. ആ ലക്ഷ്യം സാധിക്കാനുള്ള സമയത്ത് ആരെങ്കിലും തടസ്സം വന്നാൽ അവരുടെ നാശം സംഭവിക്കും. അങ്ങനെയുള്ളപ്പോൾ തൃശൂൽ ഉള്ളിടത്ത് മറ്റാരെങ്കിലും കൂടി ഉണ്ടാവുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണോ ആലോചിക്കുന്നത്? ആർക്കെന്തു ബുദ്ധിമുട്ടുണ്ടായാലും അതൊരിക്കലും എന്നെ ബാധിക്കുകയില്ല. എനിക്ക് തൃശൂലിനെ കണ്ടുപിടിച്ചേ മതിയാകൂ. അവൻ എവിടെയുണ്ടെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. എന്നെ കല്യാണം കഴിച്ചേ മതിയാകൂ. എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ലഭിക്കണം.
ഞാൻ മനസ്സിൽ കണ്ടതുപോലെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല. ഇവൻ സീറോ അല്ലടി, നമ്മുടെ ഹീറോ, നമ്മുടെ നാടകത്തിന്റെ ഹീറോ. 0-0 എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് സ്റ്റാറായി മാറിക്കഴിഞ്ഞല്ലോ അവൻ. എന്റെ പെർഫോമൻസിനെക്കാളും മേലെയാണല്ലോ അവന്റെ പെർഫോമൻസ്. അവന്റെ ആക്ടിങ്ങിന് മുന്നിൽ എന്റെ ആക്ടിങ് ഒന്നും അല്ലാതായി പോയല്ലോ. ഒരു തവണ അവന്റെ ആക്ടിങ് നന്നായി അറിഞ്ഞ ഉടനെ എന്റെ ആക്ടിങ് ബോറാവാൻ തുടങ്ങി. എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ എല്ലാരും അവൻ നന്നായിട്ട് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞതല്ലാതെ എന്നെക്കാൾ നന്നായിട്ട് ആക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ല. എന്നാലും എല്ലാവരുടെ മനസ്സിലും ആ ചിന്ത ഉണ്ടായിട്ടുണ്ടാവും, സംസാരത്തിലും അതുണ്ടായി. എവിടെന്നോ വന്നവൻ ഈ ശൈലുവിന്റെ ഇമേജിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരൊറ്റ ദിവസം കൊണ്ട് സ്റ്റാർ ആയവൻ ഇനി കുറച്ച് ദിവസം കൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുമല്ലോ. അയ്യോ, അവന്റെ മുന്നില് ഈ ശൈലു ഒന്നും അല്ലാതായി പോവല്ലോ. ഇല്ല 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 ഇല്ല. ശൈലു എന്ന് പറഞ്ഞ ആരാ? ശൈലു എന്ന് പറഞ്ഞാൽ തന്നെ നാടക. ശൈലു എന്ന് പറഞ്ഞ കയ്യടികളാ. ശൈലു എന്ന് പറഞ്ഞാൽ തന്നെ രസിപ്പിക്കല. അങ്ങനെയുള്ള ഈ ശൈലുവിനെ സൈഡാക്കി കളഞ്ഞല്ലോ അവൻ. ഇനി അങ്ങോട്ട് പ്രശംസയും കയ്യടികളൊക്കെ അവന് വേണ്ടി ആയിരിക്കും എന്തോ. ഇല്ല, അങ്ങനെ അവൻ ഞാൻ സമ്മതിക്കില്ല. എന്താ ഞാനിപ്പോ ചെയ്യാ? വന്നു പീനക, പോകൂ. നാഗത്തിന്റെ അടയാളമുള്ള എന്റെ പുരുഷനെ ഏതു വിധേനയും വിളിച്ചുകൊണ്ടുവരൂ. പ്രിയനെ, എന്റെ പ്രാണപ്രിയനെ, ഇതാ ഈ മോതിരം നമ്മുടെ പ്രണയത്തിന്റെ പ്രതീകമാണ്. ഇത് നിന്റെ കൈവിരലുകളിൽ അണിഞ്ഞാലും എന്ത് ബോറായിട്ട് നീ ആക്ട് ചെയ്തേ ശൈലു. ഇങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാലേ അവൻ നിന്നെ ഡോമിനേറ്റ് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാ. ഇല്ല, എന്തെങ്കിലും മാറ്റം വരുത്തിയേ പറ്റൂ. എന്തിനാണ് ഈ കണ്ണുനീർ പ്രിയനെ? വനദേവതയുടെ ഉത്സവമാവാതെ നിനക്ക് കാട്ടിൽ നിന്നും പുറത്തിറങ്ങാനാവില്ലെന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചത്. ഞാൻ തിരികെ വരിക തന്നെ ചെയ്യും പ്രിയനെ. ഈ വനത്തിൽ നിന്നും ഈ സ്ഥലത്തിൽ നിന്നും നമ്മൾ ഇരുവരും വേർപിരിയുന്നത് വീണ്ടും ഒന്നു ചേരാനാണ് പ്രിയനെ. നീയാണ് ഞാൻ. അയ്യോ, ഡയലോഗ് എന്താ? ഡയലോഗ് തന്നെ മറന്നു പോയല്ലോ. അയ്യോ, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നേ? പെർഫോമൻസ് അടിപൊളിയാകുമ്പോ ഡയലോഗ് അങ്ങ് മറന്നു പോവും. ഡയലോഗ് അടിപൊളിയായിട്ട് വരുമ്പോ പെർഫോമൻസ് വരുന്നേ ഇല്ലല്ലോ. അവന്റെ കൂടെ അഭിനയിക്കാൻ തുടങ്ങിയ പിന്നെ പറയേ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ ഇതിങ്ങനെ എന്താ ഇങ്ങനെ പറ്റുന്നേ?